100നും 200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ ആകെത്തുക എത്ര? ഇവിടെ നമുക്ക് തുക കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഇസിക്കൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നില്ലേ, 100നും 200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ ആകെത്തുകയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ 100ഉം x1ഉം xn എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് x1 എന്ന് പറയുന്നത് ഒരു 6ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കണം, 100 ഒരു 6ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കണം. 100 ഒരു 6ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ 100 കഴിഞ്ഞ് അടുത്ത 6ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 102 ആണ് 6ൻ്റെ ഗുണിതം വരുന്നത്. അതുപോലെ തന്നെ 200 ഒരു 6ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കണം. 200 ഒരു 6ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ 200ന് മുമ്പുള്ള 6ൻ്റെ ഗുണിതം എവിടെയാണെന്ന് നോക്കണം. അതെന്ന് പറയുന്നത് 198 ആണ്. അപ്പോൾ നമുക്കിവിടെ x1 കിട്ടി, xn കിട്ടി. ഇവിടെ നമുക്കിനി n കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ n കണ്ടുപിടിക്കാനുള്ള ഇതെന്ന് പറയുന്നത് xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് 6ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി വരുന്നത് 6ആണ്. ഇനി നമുക്കിത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. n ഇസിക്കൽ ടു 198 മൈനസ് 102. 198 എന്ന് പറയുന്നത് xn ആണ്. എവിടെ വരെ എന്നുള്ളതാണ് xn എന്ന് പറയുന്നത്. 198 മൈനസ് 102 ബൈ 6 പ്ലസ് 1 ഇസിക്കൽ ടു 96. 198 നിന്ന് 102 കുറയ്ക്കുമ്പോൾ 96 കിട്ടും. 96 പ്ലസ് 1 ഇസിക്കൽ ടു 96 ബൈ 6 ചെയ്യുമ്പോൾ 16 കിട്ടും. 16ൻ്റെ കൂടെ 1 കിട്ടുമ്പോൾ 17 കിട്ടും. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ കിട്ടി, 17 എന്നുള്ള ആൻസർ കിട്ടി. ഇനി നമുക്ക് സം കണക്കാക്കാം, തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനിനകത്തോട്ട് ഈ കിട്ടിയ ഈ നമ്പറും പിന്നെ ഈ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന 102 198 ഇട്ട് കൊടുത്താൽ മതി. കണ്ടുപിടിച്ച n 17/2 ഇൻറ്റു 102 പ്ലസ് 198 x1ഉം xnഉം ഇസിക്കൽ ടു 17/2 ഇൻറ്റു 300. 102 പ്ലസ് 198 300 ഇസിക്കൽ ടു 150 ഇൻറ്റു 17. നമുക്കിതിനെ 300നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 150 കിട്ടും. ആ 150നെ 17 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പം 2550 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2550.